കെമിക്കലുകൾ ഒന്നുമില്ലാതെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഞാൻ മുടി കറുപ്പിക്കുന്നത് എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വേറെ ഒന്നും വേണ്ട, രാസ്നാദി ചൂർണം മതി. ഇത് ജലദോഷത്തിന് തലയിലിടാൻ മാത്രമല്ല, അകാല നര വരാതിരിക്കാനും നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ ട്രാൻഡ്രഫിൻ്റെ ഒക്കെ ശല്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും നമുക്ക് ഈ രാസ്നാദി ചൂർണം കൊണ്ട് പറ്റുന്നതാണ്. ഇതിലെ ആയുർവേദ ചേരുവകൾ മുടിയുടെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ നിർത്താനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒറ്റ യൂസിൽ തന്നെ മുടി നല്ല കട്ട കറുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിനായിട്ട് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ 1 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉപ്പ് ഫുള്ള് വെള്ളത്തിലൊന്ന് അലിഞ്ഞു വരണം. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവുമോ എന്നൊരു ടെൻഷൻ വേണ്ട. ഇതിൻ്റെ കൂടെ ബാക്കി ചേരുവകളും കൂടെ ചേരുന്നത് കൊണ്ട് അങ്ങനെ യാതൊരു സൈഡ് എഫക്റ്റും വരുന്നതല്ല. ഉപ്പ് ഡയറക്റ്റായിട്ട് മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നില്ല. ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന ബീട്രൂട്ടാണ്. ചെറിയൊരു ബീട്രൂട്ട് ഫുള്ളായിട്ട് എടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് ഈ വെള്ളം 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനകത്തേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ചായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ചായപ്പൊടി ചേർക്കുന്നില്ല, ഒരേ 1 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അകാലനര മാറാനും മുടിയുടെ ആരോഗ്യത്തിനും മുടി തഴച്ചു വളരാനും ഒക്കെ ചായവെള്ളവും അതുപോലെ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇത് നമുക്ക് ധൈര്യപൂർവ്വം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇന്നത്തെ കാലത്ത് മിക്കവരിലും പ്രായമാകുന്നതിന് മുന്നേ കണ്ടുവരുന്നതാണ് അകാലനര. മാനസിക സമ്മർദ്ദം, പോഷകാഹാരങ്ങളുടെ കുറവ്, അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ അകാലനരയ്ക്ക് കാരണമാകുന്നുണ്ട്. എപ്പോഴും നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈ ഒന്നും ഉപയോഗിച്ച് നോക്കാതെ ആദ്യം തന്നെ നാച്ചുറലായിട്ടുള്ള ഡൈകളൊക്കെ ഒന്നും ഉപയോഗിക്കുക, അല്ലെ ഹെയർ പാക്ക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അകാലനര നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എന്തുകൊണ്ടാണ് നമുക്ക് അകാലനര വരുന്നത് എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ചെയ്തിട്ട് അകാലനര മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിവിടെ പകുതിയായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുന്നുണ്ട്. അരിച്ചു മാറ്റിയതിന് ശേഷം ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തലമുടിയുടെ മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. താരൻ മാറ്റിയെടുക്കുന്നതിനും അതുപോലെ അകാലനര കുറയ്ക്കുന്നതിനും മുടി നല്ലപോലെ തഴച്ചു വളരുന്നതിനും ഈ ഒരു വെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കോട്ടണിലൊക്കെ ഒന്ന് മുക്കിയിട്ട് തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് അങ്ങനെ തന്നെ വിട്ടതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പും തിളക്കവും ഒക്കെ കിട്ടി മുടി നല്ലപോലെ വളരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിവിടെ നരച്ച മുടി കറുപ്പിക്കുന്നതിനായിട്ട് പായ്ക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ സ്പൂണിന് 2 സ്പൂൺ അളവ് നെല്ലിക്കാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രാസ്നാദി ചൂർണമാണ്. ഇത് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നെറുകയിൽ ജലദോഷം വരാതിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗവും ഉണ്ട് കേട്ടോ. അശ്വഗന്ധ, രസ്ന, കടുക, ദേവദാരു, വയമ്പ് തുടങ്ങിയ ആയുർവേദ കൂട്ടുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് രാസ്നാദി ചൂർണം. ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല ശിരോചർമ്മം വൃത്തിയാക്കാനും താരൻ കൊണ്ടുള്ള ചൊറിച്ചിലൊക്കെ മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഈ പൊടിയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആവശ്യത്തിനുള്ളത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോകാൻ വേണ്ടി പാടില്ല. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം നര ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും നരയില്ലാത്തവർക്കാണെങ്കിലും ഇത് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടി വളർച്ച ഇരട്ടിയാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് നരച്ച മുടി കറുപ്പിക്കാനായതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു 2.5 സ്പൂൺ അളവ് നീലയമരി പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നീലയമരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പലർക്കും അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നല്ലപോലെ ബ്ലാക്ക് കളറാവും. അതുപോലെ തന്നെ അലർജിയുടെ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുന്നതുമല്ല. ഹെന്ന ഉപയോഗിക്കാതെ തന്നെ ഇത് ചെയ്തു നോക്കാവുന്നതാണ്. പക്ഷെ സ്ഥിരമായിട്ട് ഹെന്ന ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പായ്ക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതൊരു മാസത്തിലധികം ഈ കളറ് ബ്ലാക്ക് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഹെന്ന ഉപയോഗിക്കാതെ ഇടുകയാണെങ്കിൽ കുറച്ച് നാൾ മാത്രമേ ഈ ഒരു കളറ് നിലനിൽക്കുകയുള്ളൂ. കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പായ്ക്ക് 3-4 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ചവരാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടണമില്ല. അങ്ങനെയുള്ളവർ 1-2 പ്രാവശ്യം ഹെന്ന പായ്ക്ക് ചെയ്തിട്ട് ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഫുള്ളായിട്ട് വെള്ള കളർ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു 3 ആഴ്ച കൂടുമ്പോൾ ഈ ഒരു പായ്ക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മുടി ഫുൾ വൈറ്റ് കളർ ആകാതെ തന്നെ നമുക്ക് എപ്പോഴും ബ്ലാക്ക് കളറാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിനുശേഷം തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ നേരം ഞാൻ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പാനിനകത്ത് അധിക നേരം വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ തലയിലേക്ക് ഒരു 20 മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം തേച്ച് കൊടുക്കുകയാണ്. നല്ലപോലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ശേഷം ഒരു 2 മണിക്കൂർ തലയിൽ വെച്ചിരുന്നതിന് ശേഷം മാത്രമേ വാഷ് ചെയ്ത് കളയാവുള്ളൂ. എന്നെങ്കിൽ മാത്രമേ ആ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കവർ വെച്ചിരുന്ന് കവറും കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഭാഗത്തും ബ്ലാക്ക് കളർ ആകുന്നത് വരെ ഇത് വെച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ആ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇതാണ് കേട്ടോ 2 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട്. നല്ലപോലെ ബ്ലാക്ക് കളറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് നാച്ചുറൽ ഡൈ ചെയ്യുന്നവരാണെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മുടി ബ്ലാക്ക് കളറായി തന്നെ എപ്പോഴും ഇരിക്കുന്നതാണ്. കൂടുതൽ വൈറ്റ് കളർ ആകുന്നതിന് മുന്നേ തന്നെ ഇതുപോലെയുള്ള പായ്ക്കുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.